പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടി നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേര് ആഗ്രഹിക്കുന്നു? ജോബിന ആ ഡിക്കൂസിന് വേണ്ടി നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത്? ഈ കുഞ്ഞിനെ ജ്ഞാനസ്നാനം നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവർ വിശ്വാസത്തിൽ വളർന്നു വരുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിച്ച് ദൈവ പ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകും. നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്ന ഈ ചുമതലയുടെ ഗൗരവം നിങ്ങൾക്ക് അറിയാം. ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിൽ നിങ്ങൾ സന്നദ്ധരാണ്. പ്രിയ കുഞ്ഞ് അത്യന്ത സന്തോഷത്തോടു കൂടിയാണ് ക്രൈസ്തവ സമൂഹം എന്നെ സ്വാഗതം ചെയ്ത് ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ എന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നത്. ഇതാ നിന്റെ നെറ്റിത്തടങ്ങളിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിന്റെ മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ അക്കാലത്ത് യേശു ശിഷ്യന്മാരെ സമർപ്പിച്ച സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനങ്ങളെയും ശിക്ഷിപ്പെടുത്തി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ഗാന്ധി വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായി. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന ഈ ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കന്മാർ ജ്ഞാനപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹിമയേറിയ മരണത്തിൻ്റെ ഉയർത്തുന്ന ജീവനകസ്ഥ ജ്ഞാനസ്നാനം വഴി നവജീവനറിയി ഈ കുഞ്ഞിനെ ഉന്നതിയാക്കി അങ്ങയുടെ വിശുദ്ധ സഭയിലെ അംഗമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനവും സ്നേഹലേപനവും വഴി സുവിശേഷ സാക്ഷ്യമായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധി വഴി ഇവൻ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കളുടെയും ജീവിതം ഈ കുഞ്ഞിന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയായിരിക്കുവാൻ കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നൊന്ന് നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രസാദപരത്തിന് നവചൈതന്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഔസ്യപിതാവേ, വിശുദ്ധ സ്നാപയോഹന്നാനെ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ റീഹാമേ, സകല വിശുദ്ധരുമേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ദുർഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിന് മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നകറ്റി അങ്ങയുടെ പ്രകാശപൂർണമായ രാജ്യത്തിലേക്ക് ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ ശിശുവിനെ ഉത്ഭവഭാവത്തിൽ മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണമേ. ഇവനിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകരമായ തൈലം കൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. പാപം ഉപേക്ഷിക്കലും വിശ്വാസ പ്രഖ്യാപനം. മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജീവൻ പ്രാപിക്കുവാൻ പോകുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ
അനുദിനം വളരുന്നതിന് വേണ്ട വിശ്വാസ ശിക്ഷണം ഇവന് നൽകുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ കടമ ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാനത്തോടെ നവീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് നിങ്ങളുടെ ഈ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്നത്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ സകല ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവ്വശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നവരുമായ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ വിയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെയാണ് സഭയുടെ വിശ്വാസവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസം റോബിൻ ഡിക്രൂസിനെ സ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം നിന്നെ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാക്കി ചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതനായി മഹിമേറിയ ഈ പദവി മരണപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് നീ അർഹനാക്കുക. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിച്ച് മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനെ പ്രകാശിതനാണ്. ഇവനെന്നും വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിൻ്റെ ദീപം ഇവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥരായ എല്ലാ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ ഇവന് ഭാഗ്യം ലഭിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ബദിരന് കേൾവിയും ഊമന് സംസാരശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞ് ജ്ഞാനസ്നാനം വഴി പൊതുജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഇവൻ ദൈവമകൻ എന്ന് വിളിക്കപ്പെടുന്നു. മാത്രമല്ല, ഇവൻ ദൈവമകൻ തന്നെയാണ്. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹപൂർണ്ണത ഇവന് ലഭിക്കും. ഇവൻ കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിച്ച് ദിവ്യവിരുന്നിൽ പങ്കുചേരും. സഭാസമൂഹത്തോട് ചേർന്ന് ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ ദത്തുപുത്രരായ നമുക്ക് ഈ കുഞ്ഞിൻ്റെ നാമത്തിൽ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടും പ്രത്യാശയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കാം. രക്ഷകനായ ക്രിസ്തു കന്യകാമറിയിൽ ജാതനാകുവാൻ ദൈവം തിരുമനസ്സായി. ക്രിസ്തുവിനെ തങ്ങളുടെ സന്താനങ്ങൾക്ക് ഇതിയായി ശ്രമിക്കുന്ന പ്രത്യാശ ക്രൈസ്തവ മാതാക്കളിൽ ആനന്ദപ്രവാസങ്ങൾ. സന്താനലബ്ധിക്ക് ദൈവത്തിന് നന്ദി പറയുന്ന ഈ അമ്മ മകനോടുകൂടി കർത്താവായ ക്രിസ്തു വഴി ദൈവത്തെ അനവരതം സ്തുതിക്കുവാൻ ഇടപെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഭൗമികവും സദ്യവുമായി ജീവൻ ഉറവിടമായ ദൈവം ഈ കുഞ്ഞിൻ്റെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഭാര്യയോടുകൂടി മകനെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകരായി
ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാനും ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മക്കളായ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും അവിടുത്തെ സമാധാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുന്ന് വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.